നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാക്ഷാൽ ലയണൽ മെസ്സിയെ തൻ്റെ പുറകിൽ നിർത്തി, മെസ്സിയെ സാക്ഷിയാക്കി നിർത്തി ഇറാൻ യുദ്ധത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപ്. മെസ്സിയും ഇന്റർ മയാമിയുടെ ടീമും വൈറ്റ് ഹൗസ് സന്ദർശിച്ചിരുന്നു ഇന്നലെ. അത് US ചാമ്പ്യന്മാരുടെ ഒരു ട്രഡീഷനാണത്രേ. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയതാണ് മെസ്സി. പക്ഷേ ആ ഘട്ടത്തിൽ മെസ്സിയെയും സുവാരസിനെയും മയാമി ടീമിനെയും ഒക്കെ തൻ്റെ പുറകിൽ നിർത്തി ഇറാനെ തകർത്തതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇടയ്ക്ക് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ അയാൾ പറയുന്നു. മെസ്സിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതാണ് ഇന്നത്തെ ചിത്രം. ഏതായാലും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ആദ്യം ഒന്ന് കേട്ട് നോക്കാം എന്താ പറയുന്നതെന്ന്. മെസ്സി, സുവാരസ്, ഇന്റർ മയാമി ടീം അവിടെ നിൽക്കുന്നുണ്ട്. അവരെ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. Begin, I think I will say a few words about what's going on with respect to our operation in the country of Iran. The United States military, together with the wonderful Israeli partners, continues to totally demolish the enemy far ahead of schedule and at levels that people have never seen before, actually. We're destroying more of Iran's missiles and drone capability every single hour, knocking them out like nobody thought was possible. As soon as they set off a missile, within 4 minutes, the launcher gets hit. They don't know what's happening. But we have the greatest military anywhere in the world. Their navy is gone. 24 ships in 3 days. That's a lot of ships. Their anti-aircraft weapons are gone, so they have no air force, they have no air defense. All of their airplanes are gone. Their communications are gone. Missiles are gone, launches are gone, about 60% and 64% respectively. Other than that, they're doing quite well. I said, what's left? But they're top. അപ്പോൾ അതാണ് ഡൊണാൾഡ് ട്രംപ് ലയണൽ മെസ്സിയെ മുന്നിൽ നിർത്തി പറയുന്നത്. അതായത് ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇറാനിൽ ഞങ്ങൾ ഇസ്രായേൽ എന്ന വണ്ടർഫുൾ കൺട്രിയും ഒപ്പം ചേർന്നുകൊണ്ട് വലിയ രൂപത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ 24 ഷിപ്പുകൾ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് നമ്മൾ തകർത്തു. അത് വലിയൊരു കണക്കാണ്. അതോടൊപ്പം തന്നെ അവരുടെ മിസൈൽ ലോഞ്ചറുകൾ മറ്റുമൊക്കെ നമ്മൾ തകർത്തു. അവരുടെ എല്ലാ എയർക്രാഫ്റ്റുകളും നമ്മൾ തകർത്തെറിഞ്ഞിട്ടുണ്ട്. അവർക്ക് എയർ ഡിഫൻസ് ഇല്ല. അവരുടെ നേവി ഗോൺ, അവരുടെ എയർഫോഴ്സ് ഗോൺ, അവർക്ക് ഒന്നുമില്ലാതാക്കിയിട്ടുണ്ട്. അവരുടെ മിസൈലും മറ്റുമൊക്കെ നമ്മൾ വലിയ രൂപത്തിൽ തകർത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തമാശ പറയുകയാണ്, ഇത്രയൊക്കെ ഉള്ളൂ, എന്നിട്ടും അവർ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ലയണൽ മെസ്സിയെ സാക്ഷിയാക്കി യുദ്ധത്തിൻ്റെ വീരസ്യം പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഇന്നത്തെ ചിത്രം അതാണെന്ന് പറയണം. അത് മാത്രമല്ല, അയാൾ വീണ്ടും പറയുന്നുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ മിലിറ്ററിയാണ് നമുക്കുള്ളത്. ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മിലിറ്ററി. ഇത് നമ്മൾ പ്ലേ ചെയ്ത ആ ഭാഗത്തിൽ മുഴുവനായിട്ട് പ്ലേ ചെയ്യുന്നില്ല. ബാക്കി അയാൾ പറയുന്നത് ഓയിൽ പ്രൈസ് നമ്മൾ ഡൗൺ ആക്കി നിർത്തുന്നു. ഡൗ ഹിറ്റ് 50,000. നമ്മൾ നല്ല രൂപത്തിൽ വെനിസ്വലയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അവിടുത്തെ പ്രസിഡൻറ്റിനെ പിടിച്ചുകൊണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, വി ആർ ഡൂയിങ് ഗ്രേറ്റ് വിത്ത് വെനിസ്വല ആൻഡ് ഓൾസോ ഡൂയിങ് ഗ്രേറ്റ് വിത്ത് ക്യൂബ എന്നൊക്കെ മെസ്സിയെ സാക്ഷി നിർത്തി രാഷ്ട്രീയം, അതുപോലെ തന്നെ ലോകകാര്യങ്ങൾ, യുദ്ധത്തിലെ വീരസ്യം ഒക്കെ ഡൊണാൾഡ് ട്രംപ് വിളമ്പുന്നു. പിന്നെ മെസ്സിയെ വൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്നു, വെൽക്കം ടു ദി വൈറ്റ് ഹൗസ്. മെസ്സി, ഒരാൾക്കും ഇതിനു മുമ്പ് കിട്ടാത്ത ചാൻസാണിത്. എൻ്റെ മകൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയോ ആരാണ് ഇന്നിവിടെ വരാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, മെസ്സി ഈസ് എ ബിഗ് സോക്കർ ഫാൻ, ട്രമൻഡസ് ഫാൻ ഓഫ് യുവേഴ്സ് ആൻഡ് എ ജെൻറ്റിൽമാൻ നെയ്മഡ് റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം പിന്നെ പറയുന്നുണ്ട്, പല താരങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്, വലിയ ഗ്രേറ്റ് ഫാൻ ഫെയറുമായിട്ട് മറ്റ് കൺട്രികളിൽ നിന്ന്.
തീർച്ചയായിട്ടും അവരാണ് ഗ്രേറ്റ് എന്ന് അവരൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് എല്ലായ്പ്പോഴും വിജയിക്കാൻ പറ്റിയില്ല. എന്നാൽ ലയണൽ മെസ്സി വലിയ ഫാൻ ഫെയറുമായിട്ട് വന്നു. എന്നിട്ട് ഇവിടെ വിജയിച്ചിരിക്കുന്നു. ലിയോ, യു കം ഇൻ ആൻഡ് യു വൺ. പിന്നെ ക്രൗഡിനോട് ചോദിക്കുന്നുണ്ട്, ഹൂ ഈസ് ദി ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം, പെലെ ഓർ മെസ്സി? അപ്പോൾ ക്രൗഡ് മെസ്സി എന്ന് പറയുന്നപ്പോൾ ട്രംപ് പറയുന്നു, ഐ അഗ്രി, ഐ ലൈക്ക് ഹീസ് എന്ന്, ഐ തിങ്ക് ഹീസ് എന്ന് പറയുന്നു. അങ്ങനെ 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 ആ പരിപാടി അങ്ങനെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്നത്തെ ചിത്രം ലയണൽ മെസ്സിയെ സാക്ഷിയാക്കി നിർത്തി ഇറാൻ യുദ്ധത്തിൻ്റെ വീരസ്യം പറയുന്ന ഡൊണാൾഡ് ട്രംപ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.